PV അൻവർ വിഷയത്തിൽ VD സതീശനെ തുറന്നെതിർത്ത് KPCC മുൻ പ്രസിഡന്റ് കെ സുധാകരൻ. പ്രതിപക്ഷ നേതാവ് അല്പം മയപ്പെടണമായിരുന്നു. അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ നിലമ്പൂരിൽ ജയം എളുപ്പമാകുമായിരുന്നു. അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. പക്വത കാണിച്ച് അദ്ദേഹം കോൺഗ്രസോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളും അവിടെയുണ്ട്. ഒരു തർക്കമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ സതീശനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. സതീശന്റെ അഭിപ്രായ വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം എടുത്തൊരു തീരുമാനത്തിന് വിയോജിപ്പ് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ്. അയഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം അയ്യുമ്പോൾ അൻവറും കൂടെ അയ്യണം. അല്ലാതെ ഒരാൾ അയഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ല. രണ്ടുപേരും കൊണ്ട് അയഞ്ഞാലേ തീരുമാനമുള്ളൂ. അത് അങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത്തിരി അയഞ്ഞ് മറ്റൊരു അൻവറുടെ വികാരത്തെ ഒന്ന് മയപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതെല്ലാം വിലങ്ങ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അൻവറുടെ പ്രതികരണമാണ്. സരീഷ് PK ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, PV അൻവറിനെ ചാരി VD സതീശനെതിരെ തന്നെയാണ് സുധാകരന്റെ ഒളിയമ്പ്. എന്തായാലും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് ഒരു തിരിച്ചടിയായാൽ എന്തായാലും VD സതീശൻ മാത്രം ഉത്തരം പറയേണ്ടി വരും. കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ, അല്ലെങ്കിൽ VD സതീശനെതിരെ കെ സുധാകരൻ ഇപ്പോഴും ഏതൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നു ആ അവസരങ്ങളിലൊക്കെ കൃത്യമായി ഒളിയം പെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ അൻവർ വിഷയത്തിലും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. കാരണം നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ 2 തവണ ജയിച്ച ഒരാൾ, ആ ഒരാൾ പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ ഒപ്പം നിന്ന MLA എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായി രംഗത്ത് വരികയും പിണറായി സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരാൾ സ്വന്തം പാളയത്തിലേക്ക് എത്തുമായിരുന്നെങ്കിൽ അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുമായിരുന്നുവെന്ന് UDFിലെ മുഴുവൻ നേതാക്കൾക്കും അറിയാം. പക്ഷേ അവരെല്ലാം അത് സമ്മതിക്കുമ്പോഴും VD സതീശൻ മാത്രമാണ് അൻവറിനെതിരെ രംഗത്ത് വന്നത്. ആ നിലപാടിനെതിരെയാണ് ഇപ്പോൾ പ്രത്യക്ഷമായല്ലെങ്കിൽ പോലും പരോക്ഷമായൊരു വിമർശനം കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അൻവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ചില അയവ് വരുത്തിയിരുന്നെങ്കിൽ, നിലപാടുകളിൽ ചില അയവ് വരുത്തലുകൾ നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതായത് ഈ അൻവർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു, UDFിലേക്ക് ഇല്ല എന്ന് പറയുന്നു, ഏത് രീതിയിലും മത്സരിക്കാനുള്ള അല്ലെങ്കിൽ തന്നോട് മത്സരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നൊരു സാഹചര്യമുണ്ട്, വോട്ടർമാർ പറയുന്നൊരു സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു. ചില മയപ്പെടുത്തലുകൾ പ്രതിപക്ഷ നേതാവ് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ അൻവറും അതേ നിലപാട് സ്വീകരിക്കുകയും UDF പ്രവേശനം എളുപ്പമാവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവിടെ എടുത്തു പറയേണ്ടത് മറ്റെല്ലാ നേതാക്കളും, പ്രത്യേകിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അൻവറിനെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അൻവറിനെതിരെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്താതെ അൻവർ ഒപ്പം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിലപാടെടുക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ പരസ്യമായി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ VD സതീശൻ കൃത്യമായി വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ആ വിമർശനങ്ങൾ തന്നെയാണ് PV അൻവർ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പറയുകയും ചെയ്തത്. ഒടുവിൽ KC വേണുഗോപാലിന്, അല്ലെങ്കിൽ KC വേണുഗോപാൽ തനിക്കൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷ പോലും അദ്ദേഹം പങ്കുവച്ചു. VD സതീശനെ മാത്രമാണ് PV അൻവർ കൃത്യമായി എതിർക്കുകയും ചെയ്തത്. അത്തരത്തിൽ വീണ് കിട്ടിയ ഒരു അവസരം കൃത്യമായി VD സതീശനെതിരെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രയോഗിക്കുക എന്നൊരു തന്ത്രം കൂടി ഒരുപക്ഷെ കെ സുധാകരന് മുന്നിലുണ്ട്. കാരണം KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം മാറാൻ തയ്യാറല്ല എന്ന് പലതവണ, അവസാന ഘട്ടത്തിൽ പോലും പലതവണ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ AICCക്ക് മുന്നിൽ VD സതീശൻ്റെ കൂടി ആവശ്യം മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു സ്ഥാനമാറ്റം ഉണ്ടായത് എന്ന് സുധാകരൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം കൃത്യമായി VD സതീശനെതിരെ ഉപയോഗിക്കുന്നത് എന്ന് തന്നെ പറയണം. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തിപരമായി പറയുന്നത് കോൺഗ്രസിൻ്റെ അനുവാദത്തോടെ, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ അനുവാദത്തോടെ ഒരിക്കൽ കൂടി താൻ അൻവറുമായി സംസാരിക്കും, അൻവറിനെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം വ്യക്തിപരമായി താൻ നടത്തും എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും UDFന് അല്ലെങ്കിൽ UDFിലേക്കുള്ള പ്രവേശന വാതിൽ അൻവറിന് മുന്നിൽ കൊട്ടി അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അവസരമുണ്ട്. അൻവർ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളാണ്. പക്ഷേ അതിനു മുൻപ് ചില ചർച്ചകൾ കൂടി നടത്താനുണ്ട്. ആ ചർച്ചയിൽ ഈ കാര്യങ്ങളിലൊക്കെ അയവ് വരും, അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ VD സതീശൻ എതിർത്താലും മത്സരിക്കുമോ എന്നതുകൂടി വളരെ നിർണായകമാണ്. കാരണം അൻവറിന്റെ തീരുമാനം ഇനിയും വരാനുണ്ട്. ഇന്ന് രാവിലെ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ച അൻവർ വൈകിട്ട്, മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച അൻവർ വൈകിട്ട്
അണികളുടെ ആവശ്യപ്രകാരം മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. അതുകൂടി അറിയണം ഇനി. എന്തായാലും സുധാകരൻ അത് ഒളിയം പെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുന്ന ദിവസം അതെങ്ങനെയായിരിക്കും UDF-നെ സംഭവിക്കുക എന്നത് കൂടി ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം അത് VD സതീശൻ തന്നെ ഒരു തിരിച്ചടി ഉണ്ടായാൽ മറുപടി നൽകേണ്ടി വരും.